ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നിന്നൊക്കെ നല്ല വാർത്തകൾ വരുന്നുണ്ട്. അവിടെ 2 ഭീകരരെ വധിക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്കായിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 2 ഭീകരരെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഈ ഭീകരരെ വളഞ്ഞ് അവിടെ സുരക്ഷാ സേന നിൽക്കുന്ന കാര്യം. എന്തായാലും അവരെ രണ്ടുപേരെയും വധിച്ചിട്ടുണ്ട്. പഴയ ഭാരതമല്ലല്ലോ, മോദി ഭാരതമല്ലേ. ഇവിടെ എങ്ങനെയാണ് ഭീകരതയ്ക്ക് സ്ഥാനം കൊടുക്കാനാവുക? ഇവിടെ എങ്ങനെയാണ് ഭീകരർക്ക് ഒളിഞ്ഞിരിക്കാനാവുക? നടക്കില്ല. ഇതെല്ലാം ഉടച്ചു വാർക്കുക തന്നെ ചെയ്യും. ഭീകരതയെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും. ഭീകരരെ വാഴിക്കാൻ സമ്മതിക്കത്തുമില്ല. എന്തായാലും ആ വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം, നൽകാം. ഇനി നമുക്ക് സംസ്ഥാനത്തേക്ക് തിരികെ എത്തുകയാണെങ്കിൽ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടന്ന ഒരു സാഹചര്യമുണ്ട്. 4 ജില്ലകളിലെ കളക്ടർമാർ ഉൾപ്പെടെ 25 ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം. പ്രിയങ്ക എറണാകുളം ജില്ലാ കളക്ടറാകും. MS മാധവിക്കുട്ടി പാലക്കാട് കളക്ടർ. ചേതൻ കുമാർ മീണ കോട്ടയം കളക്ടർ. ഒപ്പം ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കി ജില്ലാ കളക്ടറായും ചുമതലയേൽക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഡോക്ടർ K വാസുകിയെയും തൊഴിൽ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസിനെയും നിയമിച്ചു. ആ മാറ്റം ശ്രദ്ധിക്കുക. എന്തായാലും S ഷാനി നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ശാലിനി. കാര്യമായൊരു മാറ്റം തന്നെയാണ് IAS തലപ്പത്തുണ്ടായിട്ടുള്ളത്. 4 ജില്ലാ കളക്ടർമാർക്കടക്കം സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ 25 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി സ്ഥാനമാറ്റവും ചലനവും ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങിയത്. പ്രധാനമായും എറണാകുളം ജില്ലാ കളക്ടറായി പ്രിയങ്കയും ഒപ്പം തന്നെ MS മാധവിക്കുട്ടി പാലക്കാട് ജില്ലാ കളക്ടറായും മാറ്റം നൽകിക്കൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ ഇനി ചേതൻ കുമാർ മീണയായിരിക്കും ജില്ലാ കളക്ടർ. ഒപ്പം തന്നെ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കി ജില്ലാ കളക്ടർ ആവുകയാണ്. K വാസുകിയെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഔദ്യോഗികമായി നിയമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ ആ ചുമതലയിൽ തുടരുകയാണ്. താൽക്കാലിക ചുമതലയായിരുന്നു, പക്ഷേ ആ ചുമതല സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസിനെ നിയമിച്ചു. ഷീബ ജോർജിനെ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. B അബ്ദുൾ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. ഡോക്ടർ S ചിത്രയെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. ഇന്നലെ രാത്രി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയും ഇവർ വഹിക്കുമെന്നുള്ളതാണ് പറയുന്നത്. തന്നെ ഗീതയെ ഹൗസിംഗ് ബോർഡിന്റെയും ഒപ്പം തന്നെ നിർമ്മിതി കേന്ദ്രത്തിന്റെയും ചുമതല നൽകുക ഡയറക്ടർ ചുമതല നൽകിക്കൊണ്ടാണ് ഉത്തരവ്. ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ്. മുൻപ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇതിനുശേഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടിയാണ് ജെറോമിക് ജോർജിന്. കൂടാതെ തന്നെ NSK ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി കൂടി നിയമിച്ചുകൊണ്ടാണ് സർക്കാർ ഔദ്യോഗിക തലത്തിൽ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ തന്നെ ഈ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ശരി അനു.